2024 റിലീസ് ചെയ്ത ദ വാസ്പ് എന്ന ഹോളിവുഡ് സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണിത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ നായിക ഹെദർ. അവളുടെ ഭർത്താവ് അവളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ശാരീരികമായും മാനസികമായും അവൾ വളരെ കഷ്ടത്തിലാണ് എന്ന് അവളുടെ ബാല്യകാല സുഹൃത്തിനോട് പറയുന്ന ഒരു സീനാണിത്. ഈ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭർത്താവിനെ കൊല്ലണം, അല്ലാതെ വേറൊരു വഴിയുമില്ല എന്നും അതിന് നീ എന്നെ സഹായിക്കണമെന്നും പറയാനാണ് അവൾ തന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. എനിക്കറിയാം നീ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന്. നിന്നെ ഞാൻ സഹായിക്കാം. ഒരു 10,000 യൂറോ തരാം, പക്ഷെ നീ എന്റെ ഭർത്താവിനെ കൊല്ലണം എന്ന് നടി ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ഫ്രണ്ട് ഞെട്ടുന്നുണ്ട്. നിങ്ങൾ കരുതും പോലെ ഇത്രയുള്ളോ കഥ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഇത് കഥയുടെ ഒരു വൺ ലൈനർ മാത്രമാണ്. ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ കഥയും അതിലെ ട്വിസ്റ്റുകളും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലിം ടെല്ലർ. ഈ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവൾ എവിടെയോ വന്നിരുന്നിട്ട് വളരെ വിഷമത്തോടെ കരയുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. അവളുടെ കയ്യിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് അവൾ കയ്യിൽ വെച്ച് തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇരിക്കുന്നത് ഹിൽ സ്റ്റോൺ എന്ന ഒരു സ്ഥലത്താണ്. ആ നാട്ടിലെ വിശ്വാസം അനുസരിച്ച് അവിടെ ചെന്നിരുന്ന് അവിടെയുള്ള ആ കല്ല് കയ്യിൽ വെച്ച് തടവിയാൽ മനസ്സിലുള്ള ഭാരവും വിഷമവും കുറയുമെന്നാണ് പറയുന്നത്. നമ്മുടെ നടി ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സീൻ കൂടിയാണിത്. കാരണം അവൾ വർഷങ്ങളോളം ആ കല്ല് തടവി ആ കല്ല് അത്രയ്ക്കും മിനുസമുള്ളതായിരിക്കുന്നു. അവിടെ നിന്നും കരഞ്ഞ് അവൾ നടന്നു പോകുന്നു. അടുത്ത സീൻ നടിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ പലതരം എട്ടുകാലികളും പലതരം പൂമ്പാറ്റകളെയെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ കിച്ചണിൽ ഒരു കടന്നൽ പറക്കുന്നത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കടന്നൽ പറക്കുന്നതിന്റെ സൗണ്ട് നമ്മുടെ ഹീറോയിന് വെറുപ്പാണ്. അവൾ ആ കടന്നലിനെ ഒരു ഗ്ലാസ് വെച്ച് മൂടി വെക്കുന്നു. എന്റെ ഭർത്താവ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സൈമൺ, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുകളിൽ നിന്നും സൈമൺ പറയുന്നു, എന്താ കാര്യം? വീട് മൊത്തം കടന്നലുകൾ പറന്നു നടക്കുകയാണ്. എത്ര ദിവസമായി ഞാൻ പറയുന്നു അതൊന്ന് ശരിയാക്കാൻ, ആളുകളെ വിളിക്കാൻ. നിങ്ങൾ അതിനായി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അത് റെഡിയാക്കാൻ ഞാൻ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് സൈമൺ അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു. രാത്രി ഞാൻ ലേറ്റായേ വരൂ, ഓഫീസിൽ കുറച്ച് ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. കൂടാതെ നാളെ കുറച്ച് ഫ്രണ്ട്സ് വരും, അവർക്ക് പാർട്ടി കൊടുക്കണം, അതുകൊണ്ട് നീ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കണമെന്നും പറയുന്നുണ്ട്. വരുമ്പോൾ നിനക്ക് വൈൻ വേണോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ നായിക എനിക്കൊന്നും വേണ്ട എന്നും പറയുന്നു. ആ ദേഷ്യത്തിൽ നമ്മുടെ നടി ആ കടന്നലിനെ ഗ്ലാസ് കൊണ്ട് അമർത്തി കൊല്ലുന്നു. അതങ്ങോട്ട് മാറ്റിയിടുമ്പോൾ അവിടെ ഇതുപോലെ കൊന്ന കുറെ കടന്നലുകൾ കിടക്കുന്നത് കാണാം. അങ്ങനെ ആ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുന്നത്. ചെറുപ്പത്തിലെ ഹീറോയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവർ രണ്ടുപേരും കൂടി പാർക്കിൽ കളിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് പരിക്കു പറ്റിയ മരണത്തോട് മല്ലടിക്കുന്ന ഒരു പ്രാവിനെ കാണുന്നു. നമ്മുടെ ഹീറോയിൻ ആ പ്രാവിനെ കണ്ട് അയ്യോ പാവം എന്ന് പറയുന്ന സമയത്ത് കൂടെയുള്ള ഒരു ഫ്രണ്ട് ഒരു കല്ല് കൊണ്ട് ആ പ്രാവിനെ ചതച്ചു കൊല്ലുന്നു. അത് കണ്ട് നമ്മുടെ ഹീറോയിൻ ഞെട്ടിത്തരിച്ചു പോകുന്നു. ഇതെല്ലാം ആലോചിച്ച് അവൾ ഉറങ്ങുകയാണ്. രാത്രി എപ്പോഴോ സൈമൺ അവളുടെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ സൈമൺ ഫോൺ ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന സീനാണ് കാണിക്കുന്നത്. പോകുന്ന സമയം അവൻ ഫോണിലൂടെ ആരോടോ പറയുന്നുണ്ട്, അതെ എന്റെ ഭാര്യ ശരിക്കും ഒരു വട്ട് കേസാണെന്ന്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ പോകുന്നത് അവൾ പുറകിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഇന്ന് പാർട്ടിക്ക് വേണ്ട ഭക്ഷണം കുക്ക് ചെയ്യണം. അതിനായി അവൾ ഷോപ്പിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരും വഴി അവളുടെ വീടിനടുത്ത് വെച്ച് തൊട്ടടുത്തുള്ള ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവൾ നമ്മുടെ നടിയോട് ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? ആന്റി ഓക്കെ അല്ലേ? ഏയ് ഒന്നുമില്ല മോളെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറയണം, ഞാൻ തൊട്ടടുത്ത വീട്ടിലെയാണ്. ആന്റിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായിക വളരെ കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ കിച്ചണിൽ വെച്ച ഫയർ അലാറത്തിനടുത്തായി വീണ്ടും കടന്നലുകൾ വരുന്നത് അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം വന്ന് പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. അവർ ഫുഡ് എവിടെയാണ്, ബിയർ എവിടെയാണ് എന്നെല്ലാം അവളോട് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ അവിടെ നിന്നും മാറി കിച്ചണിലേക്ക് വരുമ്പോൾ വീണ്ടും കടന്നലുകൾ ആ ദ്വാരത്തിലൂടെ വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ഒരു സ്റ്റൂൾ വെച്ച് അതിനു മുകളിൽ കയറി അവൾ ഫയർ അലാറം ഇളക്കി നോക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കടന്നൽ അവളുടെ കയ്യിൽ കുത്തുന്നു. ദേഷ്യം വന്ന നടി ടൂൾ ബോക്സിൽ നിന്നും ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഹോളിൽ അടിക്കുന്നു. പെട്ടെന്ന് ഒരു വലിയ കടന്നൽ കൂടിന്റെ ഭാഗം അവിടെ കടന്നു വീഴുന്നു. ആ കടന്നലുകൾ അവിടെ പരക്കുന്നു. ശബ്ദം കേട്ട് അകത്തോട്ട് വന്ന സൈമണിനെയും അവളെ കടന്നലുകൾ ഒത്തിരി കുത്തുന്നുണ്ട്. അവിടെ നിന്നും ഒരു കണക്കിന് സൈമൺ അവളെ ഹാളിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ പാർട്ടിയിൽ ഉണ്ടായവർക്കും കടന്നലിന്റെ കുത്ത് കേൾക്കുന്നു. അങ്ങനെ അവർ എല്ലാവരും പാർട്ടി മതിയാക്കി വേഗം അവിടെ നിന്ന് പോകുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇന്നെങ്കിലും ഒരു ദിവസം മനസമാധാനമായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അതിന് നീ സമ്മതിച്ചില്ല എന്നും പറഞ്ഞ് സൈമൺ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നിനക്ക് എന്താണ് വേണ്ടത്? ആ കടന്നൽ കൂട് ശരിയാക്കണം അല്ലേ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും രാത്രി ഇറങ്ങിപ്പോകുന്നു. ആ രാത്രിയും തനിച്ചായ നമ്മുടെ നടി മൊബൈലിൽ പഴയ ഫ്രണ്ടിനെ മെസ്സേജ് ചെയ്യുന്നു. വർഷങ്ങളായി ആ ഫ്രണ്ടുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല.
അന്ന് ചെറുപ്പത്തിലെ ആ പാർക്കിൽ വെച്ച് ഒരു പ്രാവിനെ കൊന്ന കാര്യം പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിന് തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്. അവൾ വളർന്നു വലുതായിരിക്കുന്നു. അവൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറായി വർക്ക് ചെയ്യുകയാണ്. അവൾ ആ രാത്രിയും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ടി. അതിനിടയിൽ അവൾ മെസ്സേജ് ഒന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല. ഈ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഗർഭിണിയാണ്. അവൾക്ക് 4 കുട്ടികൾ വേറെയുണ്ട്. 5ാമതും ഗർഭം ധരിച്ചിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് വീട്ടുകാര്യങ്ങൾ നടത്തുന്നത്. അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ കുടിച്ച് ഒരു പണിക്കും പോവാതെ ജീവിക്കുന്ന ഒരുത്തനാണ്. അവൾക്ക് ലോഗൻ എന്നു പേരുള്ള ഒരു ഓൺലൈൻ ഫ്രണ്ട് ഉണ്ട്. അവനോടാണ് ഇടയ്ക്കിടെ പൈസ കടം ചോദിക്കുന്നത്. വീടിന്റെ വാടക പോലും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ എല്ലാവരോടും പൈസ കടം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അയച്ച മെസ്സേജ് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നത്. ഹായ്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ സ്കൂൾ ഫ്രണ്ടാണ് ഹെദർ. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവൾ ആ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവൾ കുട്ടികളും ഭർത്താവുമായി അവളുടെ വീട്ടിലിരിക്കുന്നതാണ്. അപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. 10 മണിക്ക് റോഡ് സൈഡിൽ വന്ന് നിൽക്കണം. അവൾ കറക്റ്റായി 10 മണിക്ക് അവിടെ പോയി നിൽക്കുന്നു. ഒരു കാർ വരുന്നു, കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ തന്നെ അവളെ ഇറക്കി വിടുന്നു. വരുമ്പോൾ അവൾ പൈസ ആയിട്ടാണ് വരുന്നത്. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ അതുതന്നെ. അവളുടെ ഗതികേട് കൊണ്ട് അവൾ വേറെ ആരുടെയോ കൂടെ പോയി സമയം ചെലവഴിച്ച് കിട്ടിയ പൈസയാണത്. അങ്ങനെ അവൾ വീട്ടിൽ പോയി എന്നിട്ട് പൈസ കടം ചോദിച്ച് മെസ്സേജ് അയച്ച ആരെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ആരും റിപ്ലൈ തന്നിട്ടില്ല. എന്നാൽ ശരി, നമ്മുടെ നടി അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഓക്കെ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. ആ റിപ്ലൈ കണ്ട നമ്മുടെ നടി സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. എന്തൊക്കെയുണ്ട്, സുഖമാണോ നിനക്ക്? ഇപ്പോ എത്ര മാസമായി, എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ നടി ചോദിക്കുമ്പോൾ 2 മാസത്തിനുള്ളിൽ ഞാൻ പ്രസവിക്കും. എനിക്ക് മൊത്തം 4 കുട്ടികളുണ്ട്. ഇപ്പോൾ 5ാമത്തെ കുട്ടിയാണിത്. എനിക്ക് കുറെ കഷ്ടപ്പാടുകളുണ്ട്. എന്നാലും എനിക്ക് എന്റെ കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ്. അവരെ എങ്ങനെയെങ്കിലും വളർത്തണം. ഓക്കെ, നീ നിന്റെ വിശേഷങ്ങൾ പറ എന്ന് ഫ്രണ്ട് പറയുമ്പോൾ നടി പറയുന്നു, എനിക്കൊരു ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. കുട്ടികളൊന്നും ആയിട്ടില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ട്രീറ്റ്മെന്റിലാണ്. നീ ഇനി എന്റെ കുട്ടികളെ ചോദിക്കാൻ വന്നതാണോ? എനിക്കെന്തിനാ നിന്റെ കുട്ടികളെ? പിന്നെ നീ എന്തിനാ ഇപ്പൊ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു വന്നത്? ഞാൻ നിന്നോട് വന്ന കാര്യം പറയാം. നിനക്ക് ഓർമ്മയുണ്ടോ, നീയും ഞാനും പണ്ട് ചെറുപ്പത്തിലെ പാർക്കിൽ പോയപ്പോൾ അവിടെ വെച്ച് നീ ഒരു പ്രാവിനെ കൊന്നത്? അതൊക്കെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ എന്തിനാ ഇപ്പോൾ നീ ഇങ്ങനെ പറയുന്നത്? എടി വട്ടത്തിൽ നിനക്ക് ഭ്രാന്താണോ? ഈ കാര്യം പറയാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? എനിക്ക് 1/2 മണിക്കൂറിനുള്ളിൽ ഷിഫ്റ്റ് സ്റ്റാർട്ടാവും. ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ നടക്കുന്നു. അപ്പോൾ നമ്മുടെ നടി അവളുടെ പുറകെ പോയി പറയുന്നു, പോവല്ലേ. ഇതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭർത്താവ് സൈമൺ, അവൻ എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നു. ഫിസിക്കലി മെന്റലി ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണ്. അവന് ഓൺലൈനിൽ പല പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യുകയും കൂടാതെ പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. അവൻ എന്നെ ചതിക്കുകയാണ്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അത് അവൻ ഓൺലൈനിൽ ചാറ്റ് ചെയ്യുന്നത് ഒരു പെണ്ണ്, എന്റെ തന്നെ ഫേക്ക് ഐഡിയാണ്. അതിൽ അവൻ എന്നോട് എത്ര മാന്യമായാണ് സംസാരിക്കുന്നത് നിനക്കറിയോ? യഥാർത്ഥത്തിൽ അവന്റെ ഭാര്യയാണ് ഞാൻ. എന്നോട് പോലും ഒരിക്കൽ പോലും ഇത്രയും മര്യാദക്ക് സംസാരിക്കാറില്ല. അതുകൂടാതെ അവന് കുറെ വഴിവിട്ട ബന്ധങ്ങളുമുണ്ട്. ഓക്കെ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ അവനോട് തന്നെയല്ലേ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അവൾ അവിടെ നിന്നും അവളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മുടെ നടിയും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ചുമ്മാ കുറച്ച് സാധനങ്ങൾ വാങ്ങി ബില്ല് ചെയ്യാനായി അവളുടെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നു. നീ എന്തിനാണ് എന്നെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്? നീ പറഞ്ഞ കഥയും ഞാനും തമ്മിൽ എന്തടി ബന്ധം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്നെ ഒന്ന് വെറുതെ വിട്. 5 നിമിഷം നീ വെളിയിലേക്ക് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ വെറുതെ ചെയ്യണ്ട. ഞാൻ നിനക്ക് പൈസ തരാം. ഞാൻ നിനക്ക് 10,000 യൂറോ തരാം എന്ന് നടി പറയുന്നു. ഇത് കേട്ടതും ഫ്രണ്ട് കണ്ണും മിഴിച്ചു നിൽക്കുന്നു. കാരണം 10,000 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിൽ 10 ലക്ഷം രൂപയോളം വരും. അങ്ങനെ ഒരു ഗ്യാപ്പ് നോക്കി ഫ്രണ്ട് അവിടെ നിന്നും ഇറങ്ങി നടിയെ കണ്ട് സംസാരിക്കുന്നു. പറ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ ഭർത്താവിനെ കൊല്ലണം. ഇത് കേട്ടതും ഫ്രണ്ട് ഞെട്ടുന്നു. അവൻ എന്നെ ഒത്തിരി ഉപദ്രവിക്കുകയാണ്. എന്നെ മെന്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുകയാണ്. എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല. അവൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇടി, നിനക്ക് വേറെ ആരെയും കണ്ടില്ല, എന്നെ കിട്ടിയുള്ളൂ. എനിക്കറിയാം നിനക്കതിന് സാധിക്കുമെന്ന്. കാരണം നീ ചെറുപ്പത്തിലെ പ്രാവിനെ എന്റെ മുമ്പിൽ വെച്ച് കൊന്നതല്ലേ. എടി, ഒരു പ്രാവിനെ കൊല്ലുന്ന പോലെയാണോ ഒരു മനുഷ്യനെ കൊല്ലുന്നത്? ഒത്തിരി ഡിഫറൻസ് ഉണ്ട് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ, പോവല്ലേ, നിനക്കതിന് സാധിക്കും. എനിക്ക് ആ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. എനിക്കറിയാം നീ ഒത്തിരി വിഷമത്തിലാണ്. നിനക്ക് കുട്ടികളെ നോക്കണ്ടേ? നിന്റെ ഭർത്താവ് ഗാംബ്ലിങ്ങിലൂടെ കളിച്ചു നശിപ്പിച്ച പൈസ എല്ലാം തിരിച്ചു പിടിക്കണ്ടേ? നന്നായി ജീവിക്കണ്ടേ? അതുകൊണ്ടല്ലേ നീ ഓൺലൈനിലൂടെ എല്ലാവരോടും പൈസ കടം ചോദിക്കുന്നത്? ഓഹോ, അതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ നീയും എന്നോട് കള്ളപ്പേരിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? അതേടി, ഞാനാണ് ആ ലോകൻ. നിന്നോട് ഞാൻ ചാറ്റ് ചെയ്തിരുന്നു. എന്നോട് ദേഷ്യപ്പെടല്ലേ. എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ കള്ളപ്പേരിൽ ചാറ്റ് ചെയ്തത്. എനിക്ക് നിനക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമായിരുന്നു. ഇത് കേട്ടതും ഫ്രണ്ട് ദേഷ്യം വരുന്നു.
നടിയോട് പറയുന്നു, നിന്റെ ഹസ്ബൻഡിനെ കൊല്ലുന്നതിന് പകരം ഇപ്പോൾ ഞാൻ നിന്നെയായിരിക്കും കൊല്ലുന്നത്, മര്യാദക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ നായിക വിളിച്ചു പറയുന്നു, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നമ്മുടെ നായികക്കറിയാം അവൾക്ക് പൈസക്ക് ആവശ്യമുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു വരുമെന്ന്. നമ്മുടെ നായിക പ്രതീക്ഷിച്ചതുപോലെ കുറെ കഴിഞ്ഞ് അവൾ അങ്ങോട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് പറയുന്നു, ഒരാളെ കൊല്ലാൻ 10,000 യൂറോ പോരാ, എനിക്ക് 75,000 യൂറോ വേണം, എന്നാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. അപ്പോൾ തന്നെ നമ്മുടെ നടി ഓക്കെ പറയുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. പിറ്റേ ദിവസം രാവിലെ നടി അവളുടെ വീട്ടിൽ പൂച്ചെടികളെല്ലാം കട്ട് ചെയ്യുകയാണ്. അത് അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ നടിയുടെ ഫ്രണ്ടിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഫ്രണ്ട് ഭർത്താവിന് കോഫി കൊടുക്കുന്ന സീനാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടോ, നീ എവിടെയാണ് പോകുന്നത്, സൂപ്പർ മാർക്കറ്റിലേക്കാണോ എന്ന്. അല്ല, വേറൊരു പ്രധാനപ്പെട്ട പണിയുണ്ട്, അങ്ങോട്ടാണെന്നും പറഞ്ഞ് ഒരു ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഇട്ട് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് ഇടിച്ചു കയറി വന്ന ഫ്രണ്ടിനെ കണ്ട് നായിക ഭയക്കുന്നു. നീയായിരുന്നു, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, ഇതെന്താണ് ഈ വേഷത്തിൽ, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് നായിക ഫ്രണ്ടിനെ അകത്തേക്ക് വിളിച്ചു വരുത്തുന്നു. നീ എന്താ പറയാതെ വന്നത്, നീ വരുന്നത് ആരെങ്കിലും കണ്ടോ എന്നെല്ലാം നായിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നു, ഞാൻ ഒത്തിരി ആലോചിച്ചു, വെറും 75,000 യൂറോക്ക് വേണ്ടി ഒരാളെ കൊന്നു ജയിലിൽ പോകാനൊന്നും എനിക്ക് വയ്യ, ആ പരിപാടി നടക്കില്ല. പക്ഷേ എനിക്ക് പൈസ വേണം, അതുകൊണ്ട് തന്നെ ഇത് ചെയ്തേ പറ്റൂ. പക്ഷേ പോലീസ് പിടിക്കാത്ത രീതിയിൽ എങ്ങനെ നീ പറഞ്ഞ പണി ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനൊരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കണം. അത് മതി, നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ, എനിക്ക് കാര്യം നടക്കണം. നീ ഈ ചായ കുടിക്ക്, ബിസ്ക്കറ്റ് കഴിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നും പറഞ്ഞ് ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. അങ്ങനെ അവർ ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായിക ഒരു ഐഡിയ പറയുന്നു, ഞാൻ എന്തെങ്കിലും ഡ്രഗ്സ് കൊടുത്ത് ഹസ്ബൻഡിനെ മയക്കി കിടത്താം, അപ്പോൾ നിനക്ക് കൊല ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലേ. അത് വേണ്ട, ഡ്രഗ്സ് കൊടുത്താൽ അത് പോലീസ് മനസ്സിലാക്കും, അതിനു പകരം നീ അയാളെ നന്നായി ലിക്കർ കുടിപ്പിച്ച് കിടത്തിയാൽ മതി. എന്നിട്ട് ബോഡി എന്ത് ചെയ്യണം, പോലീസ് വിട്ടുകൊടുക്കണമോ, അല്ലെങ്കിൽ നമുക്ക് ആരും അറിയാതെ മറവ് ചെയ്യണമോ? വേണ്ട, നമുക്കൊരു മോഷണം നടന്ന പോലെ പ്ലാൻ ചെയ്യാം. മോഷണത്തിനിടെ മോഷ്ടാവ് സൈമണിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാം. എന്നിട്ട് പോലീസിനെ വിളിക്കാം. നീ പോയതിനു ശേഷം മാത്രമേ ഞാൻ പോലീസിനെ വിളിക്കൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഭർത്താവിന് എന്ത് പറ്റി, എന്റെ ഭർത്താവിന് എന്ത് പറ്റി എന്നും പറഞ്ഞ് അഭിനയിക്കാം. നീ ഇതുപോലെ ഒത്തിരി ഓവറായിട്ട് അഭിനയിക്കണ്ട എന്ന് ഫ്രണ്ട് പറയുന്നു. അപ്പോൾ നടി പറയുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷേ ആ ഒരു ദിവസം നീ എന്നെ ചതിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ? അതിനുശേഷം എനിക്ക് വിഷമങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. നീ എന്തിനാ ഇതെല്ലാം ഇപ്പോൾ പറയുന്നത്? അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. അറിവില്ലാത്ത വയസ്സിൽ നമ്മളെ ചെയ്തു പോയ കാര്യങ്ങൾ, അതൊക്കെ നീ വീണ്ടും വീണ്ടും പറഞ്ഞു വിഷമിക്കുന്നത് എന്തിനാ? എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ നീ അന്ന് ചെയ്തത് എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല. നീ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. അന്ന് നമ്മുടെ നടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾ. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവർ തെറ്റി. അതിനു പകരം വീട്ടാനായി അവൾ മറ്റു കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് നടിയോട് പറഞ്ഞു, നീ അന്നൊരു പയ്യനെ മനസ്സിലാലോചിച്ച് സുഖം കിട്ടാനായി എന്തോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ കാര്യം ഇവരോടും കൂടി ഒന്ന് പറ, ഇവരെല്ലാരും കേൾക്കട്ടെ എന്നും പറഞ്ഞ് ഫ്രണ്ട് നടിയെ കളിയാക്കുന്നു. അപ്പോൾ നടി പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട് പറയുന്നു, ഹേയ് ഹെദർ, നീ നുണ പറയണ്ട, നീ ഒരു ഡർട്ടിയായ പെണ്ണാ. അങ്ങനെ അവിടെ കൂടി നിന്നവൾ അവരെ ഡർട്ടി ഹെദർ എന്നും പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ അവൾക്ക് അപ്പോൾ മുതൽ ആ സ്കൂളിൽ ഒരു ഇരട്ടപ്പേര് വീഴുകയാണ്, ഡർട്ടി ഹെദർ. ഈ കാര്യം നടി ഇപ്പോൾ പറയുമ്പോൾ ഫ്രണ്ടിന് ദേഷ്യം വന്നിട്ട് പറയുന്നു, മതി, നിന്റെ വായടക്ക്. ഞാനിവിടെ വന്നത് നിന്റെ ഭർത്താവിനെ കൊന്നിട്ട് നീ പറഞ്ഞ പൈസ വാങ്ങി പോകാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിന്റെ ഈ ഡർട്ടി കഥ കേൾക്കാനല്ല. ദേ നോക്ക്, നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ഇതെല്ലാം വിട്ടേച്ചു പോകും. എനിക്കറിയാം നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന്, നിനക്ക് പൈസ ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ കൊല ചെയ്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മുടെ നടി പറയുന്നു. എന്നോട് സത്യം പറ, അന്ന് നീ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തത്, നീ പറ. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു തുടങ്ങി, അന്നും ഇന്നും ഒരു കുറവുകളും ഉണ്ടായിരുന്നില്ല. നീ ഒരു സന്തോഷമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ആവശ്യത്തിന് സ്വത്തും സുഖങ്ങളും. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല, ഞാനൊരു ദുരിതം പിടിച്ച വീട്ടിൽ നിന്നാണ് വന്നിരുന്നത്. ഞാനും എന്റെ സഹോദരങ്ങളും എന്റെ അമ്മയും എല്ലാം ഒത്തിരി അനുഭവിച്ചാണ് വളർന്നു വന്നത്. അച്ഛൻ ഡ്രഗ്സിന് അടിമയാണ്. അച്ഛൻ ഡ്രഗ്സ് അടിച്ച് അമ്മയെ തല്ലിച്ചതച്ച് ഒരു ദിവസമായിരുന്നു. എനിക്കും എന്റെ സഹോദരങ്ങളും കിട്ടി ഒത്തിരി തല്ലേ. അങ്ങനെയുള്ളൊരു നശിച്ച ദിവസത്തിലാണ്, ആ ദേഷ്യത്തിലാണ് ഞാൻ നിന്നോട് പെരുമാറിയത്. അപ്പോൾ ഹെദർ പറഞ്ഞു, എനിക്കറിയാം നിന്റെ കുടുംബത്തിലെ അവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതും കൂടെ നിർത്താൻ ആഗ്രഹിച്ചതും. പക്ഷെ നീ എന്നോട് എന്താണ് ചെയ്തത്? അന്ന് സ്കൂളിൽ വെച്ച് നീ എന്നെ ഒത്തിരി ഉപദ്രവിച്ചു, മുഖത്തടിച്ച് ചോര വരുത്തി. പക്ഷെ എനിക്ക് നിന്നെ അന്നും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കാല് തട്ടി വീണതാണെന്ന് കള്ളം പറഞ്ഞ് നിന്നെ രക്ഷിച്ചത്. അതിന്റെ നന്ദി പോലും നിനക്കില്ലല്ലോ. ഇപ്പൊ എന്തിനാണ് നീ ഒരു കാര്യമില്ലാതെ അതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത്? അതെല്ലാം നീ വിട്ടുകളാ. നമ്മളിപ്പോൾ കൊല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം പ്ലാൻ ചെയ്താൽ മതി. അതിനു മുമ്പ് നിന്റെ ഇത്രയും പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്കൊന്ന് കാണിച്ചുതാ, ഒരു ഫോട്ടോയെങ്കിലും കാണിച്ചുതാ, ഫ്രണ്ട് പറയുന്നു. അപ്പോൾ ഹെദറും അവളുടെ ഭർത്താവുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രണ്ടിനെ കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടത് നമ്മുടെ ഫ്രണ്ട് ശരിക്കും ഷോക്കാകുന്നു.
തല കറങ്ങുന്ന പോലെ തോന്നുന്നു. അത് വേറെ ആരുമല്ല, ജെയിംസ്. ഒരു മെസ്സേജ് വന്നില്ലേ അന്ന് രാത്രി ഫ്രണ്ടിന് 2 മണിക്കൂർ നേരത്തേക്ക് കാറിൽ വന്ന് അവളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയില്ലേ, അതേ ആള് തന്നെ. അത് നടിയുടെ ഭർത്താവ് തന്നെയായിരുന്നു. അപ്പോൾ ഹെദർ ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കറിയാം, അവൻ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ അടുത്ത് പോകുമ്പോൾ തീർച്ചയായും ജെയിംസ് എന്നായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. അത് തോന്നലല്ല, ശരിക്കും കറങ്ങുന്നത് തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഹീറോയിൻ അവൾക്ക് കൊടുത്ത കോഫിയിൽ പഞ്ചസാരയോടൊപ്പം വേറെ എന്തോ മയക്കുമരുന്ന് കൂടി കലർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് തല കറങ്ങുന്നത്. എടി പാവി, നീ എന്താണ് എനിക്ക് കലക്കി തന്നത് എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവളെ വേഗം ഒരു ടേപ്പ് കൊണ്ട് വായ മൂടിക്കെട്ടുന്നു. എന്നിട്ട് കൈയും കാലും കസേരയിൽ കൂട്ടിക്കെട്ടുന്നു. അവളെ ലോക്ക് ചെയ്തു വെക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു ലെറ്റർ എഴുതുന്ന സീനാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ലെറ്റർ എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ വീട്ടിലെ ഒരു ലെറ്റർ ബോക്സിൽ ഇട്ട് തിരിച്ചു വരുന്നു. ഇപ്പോൾ ആ ഫ്രണ്ടിന്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അതെ നോക്ക്, ഇതുപോലുള്ള ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇതിനെല്ലാം കാരണം നീ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. കല്യാണത്തിന് ശേഷം എല്ലാം മറന്ന് കുട്ടികളെ പ്രസവിച്ച് സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചത്. അതിനുവേണ്ടി കുട്ടികളുണ്ടാവാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ ഒന്നുമായില്ല. അതുകൊണ്ട് കുറെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. അങ്ങനെ അവസാനം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എന്റെ യൂട്രസിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് വളർന്ന് എനിക്ക് ക്യാൻസർ വരെ ആയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം നീ മാത്രമാണ്. നീ എന്നോട് ചെയ്ത കൊടും ക്രൂരത ഓർമ്മയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സ്കൂളിൽ ഒരു DJ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും നമ്മുടെ ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവൾ ആ ഹീറോയിനെ ഉപദ്രവിച്ചതിന് ശേഷം ഹീറോയിനെ ഫ്രണ്ടിനെ കണ്ടാൽ ഭയമാണ്. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവിടെ നിന്ന് പേടിച്ചു മാറും. അപ്പോഴാണ് DJ പാർട്ടിക്കിടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹെദറിനെ വിളിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, മറ്റേ ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ അവരെല്ലാം കള്ളം പറയുന്നു. ഇല്ല, അവളില്ല, നീ വാ എന്നും പറഞ്ഞ് ഹെദറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവർ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആളൊഴിഞ്ഞ ഒരു റൂമിലേക്കാണ്. അവിടെ നിന്നും അവൾ പേടിച്ച് ഓടി ഒരു ബാത്റൂമിൽ കയറി ഒളിക്കുന്നു. ആ സമയം ഈ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ കൂട്ടാളികളും കൂടി ബാത്റൂമിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നു. കൂടാതെ എന്തോ ഒരു വസ്തു ഹെദറിന്റെ രഹസ്യ ഭാഗത്തേക്ക് ഈ ഫ്രണ്ട് കുത്തിക്കയറ്റുന്നു. അത് കണ്ട് പേടിച്ച് വേദനിച്ച് അവൾ ഭയന്ന് കരയുകയാണ്. ആ സമയം ഈ ഫ്രണ്ട് ഹെദറിന്റെ ചെവിയിൽ പറയുന്നുണ്ട് ഗുഡ് ഗേൾ എന്ന്. ആ പറഞ്ഞ വാക്ക് നമ്മുടെ ഹീറോയിന്റെ കാതിൽ ഇത്ര വർഷങ്ങളായിട്ടും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് അനുഭവിച്ചതിന്റെ ട്രോമയിൽ നിന്നും അവൾ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ഇത്ര വർഷങ്ങളായിട്ടും എനിക്ക് അതിൽ നിന്നും റിക്കവർ ആവാതെ ഞാൻ വേദനിച്ച് മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ കുട്ടികളെ പെറ്റുകൂട്ടിയിട്ട് തോന്നിയതുപോലെ ഓരോരുത്തന്മാരുടെ കൂടെ നടക്കുന്നത് എന്നും പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് പോയിട്ട് നടി ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവളോട് വീണ്ടും സംസാരിക്കുന്നു. എല്ലാം മറന്ന് ഒരു വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് എന്റെ യൂട്രസിലെ ബ്ലോക്ക് കാരണം എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നും അറിയുന്നത്. അത് ടെസ്റ്റ് ചെയ്യാനായി ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിയാൻ സാധിച്ചത് അതെന്ത് ബ്ലോക്കാണെന്ന്. ചെറുപ്പത്തിലെ അന്ന് രാത്രി നീ എന്തോ ഒന്ന് എന്റെ അവിടെ കുത്തിക്കയറ്റിയില്ലേ, അതിന്റെ മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്തോ അവിടെ ഇരുന്ന് അത് ബ്ലോക്കായി ട്യൂമറായി എനിക്ക് ക്യാൻസർ വരെയായി. അത് കാരണമാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്. അവളുടെ ഫ്രണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെദർ പറഞ്ഞു, നീ ഒച്ച വെക്കരുത്, വായിലെ കെട്ടയച്ചു തരാം. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, നീ എന്നോട് ക്ഷമിക്കും, ഞാനൊരു നല്ല മനുഷ്യ സ്ത്രീയല്ല, എനിക്ക് ജീവിക്കാനുള്ള അവകാശം പോലുമില്ല എന്ന് എനിക്കറിയാം. ഇത്ര നാളും കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചത്. ചെറിയ പ്രായത്തിൽ അറിയാതെ പറ്റിയ തെറ്റാണ്. നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ കേണപേക്ഷിക്കുന്നു. കൂടാതെ അവൾ ഒരു കാര്യം കൂടി പറയുന്നു, നിനക്ക് വേണമെങ്കിൽ നിനക്ക് എന്റെ വയറ്റിലെ ഈ കൊച്ചിനെ തരാം, നീ തന്നെ വളർത്തിക്കോ. സത്യം പറഞ്ഞാൽ ഈ കുട്ടി നിന്റെ തന്നെയാണ്, നിന്റെ ഹസ്ബൻഡിന്റെ തന്നെയാണ്. സൈമൺ ആണ് ഈ കൊച്ചിന്റെ അച്ഛൻ. എന്നിട്ട് അവൾ പറയുന്നു, നീയും നിന്റെ ഹസ്ബൻഡും കൂടി പ്ലാൻ ചെയ്ത് ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, നീ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്ക് നിന്റെ കുട്ടിയൊന്നും വേണ്ട, എനിക്ക് അവനെ തന്നെ വേണ്ട, പിന്നെയല്ലേ അവന്റെ കുഞ്ഞിനെ. ഞാൻ അവനെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, നിന്നെയും ഞാൻ കൊല്ലാതെ വിടില്ല. പക്ഷേ നിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ വെറുതെ വിടാം, കാരണം ആ കുട്ടിയും എനിക്കും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ ഈ കത്തി കൊണ്ട് നിന്റെ വയറ് കീറി ഞാൻ ആ കൊച്ചിനെ പുറത്തെടുക്കാം, അപ്പോൾ നീ എന്തായാലും ചത്തോളും. ഇത് കേട്ടതും അയ്യോ എന്നെ കൊല്ലാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ഒച്ച വെക്കാൻ തുടങ്ങി. ഇത് കേട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടി എത്തി നോക്കുന്നുണ്ട്. ഉടൻ തന്നെ ഒരു ടേപ്പ് എടുത്ത് അവളുടെ വായ മൂടി കെട്ടുന്നു. എന്നിട്ട് മുകളിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവളോട് പറയുന്നു, ചെറുപ്പം മുതലേ ദ്രോഹിച്ച എന്നെ നീ വലുതായിട്ടും വെറുതെ വിട്ടില്ല. ഒരുവിധം ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു തുടങ്ങാമെന്ന് കരുതിയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ടാവാനും അമ്മയാകാനുമുള്ള ഭാഗ്യം നീ തുലച്ചു. അതുകൂടാതെ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ ഭർത്താവിനെ മയക്കി അവനെ കീപ്പായി വെച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ നിന്നെ ഞാൻ എന്തു ചെയ്യണം? നിനക്ക് മരണം തന്നെ ഒരു വലിയ വരമാണ്, നീ ജീവിക്കാൻ അർഹയല്ല എന്നും പറഞ്ഞ് കത്തിയുമായി അവളുടെ അടുത്തേക്ക് വന്നിട്ട്
അവളുടെ കയ്യിലെയും കാലിലെയും കെട്ടഴിക്കുന്നു. ആ സമയം തന്നെ ഫ്രണ്ട് ഇരുന്ന ആ സ്റ്റൂൾ ഉപയോഗിച്ച് ഹെദറിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ഡോറുകളും നമ്മുടെ നായിക ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവസാനം ഫ്രണ്ട് പറയുന്നു, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം, നീ എന്നെ കൊല്ലരുത് പ്ലീസ് പ്ലീസ്. എന്നിട്ട് അവൾ പറയുന്നു, ശരിയാണ്, ഞാൻ മോശമാണ്, പക്ഷേ നീയും നല്ലതല്ല. കാരണം സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് അത് ചെയ്യാനായി എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ എന്നെയും കൊല്ലാൻ നോക്കുന്നു. പാവം എന്റെ കുഞ്ഞും ചത്തുപോകും. അങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കുമ്പോൾ നമ്മുടെ നടി പറയുന്നു, നിനക്കൊരു ഓപ്ഷൻ തരാം. നീ കത്തിയെടുത്ത് എന്നെ ആക്രമിച്ചിട്ട് എന്നെ കൊന്നിട്ട് പോകാം. അല്ലാതെ നിനക്ക് ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ പറഞ്ഞ് കത്തി അവിടെ വെക്കുന്നു. പെട്ടെന്ന് ഇത് കേട്ടതും ഫ്രണ്ടിനൊന്നും മനസ്സിലാകാതെ അവൾ ഭയന്നു നിൽക്കുന്നു. അപ്പോഴാണ് ഹെദർ പോക്കറ്റിലേക്ക് കൈയിടുന്നത്. ഇത് കണ്ടതും ഫ്രണ്ട് പേടിക്കുന്നു. എന്താ, എന്നെ കണ്ണുകൊണ്ട് വെടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെല്ലാം അവൾ പേടിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് നടിയുടെ ഫ്രണ്ട് പെട്ടെന്ന് കത്തിയെടുത്ത് അടുത്തേക്ക് വരുന്നു. അറിയാതെ പേടിച്ച് കത്തിയെടുത്ത് അവൾ ഹെദറിനെ കുത്തുന്നു. അപ്പോൾ നമ്മുടെ നടിയുടെ കയ്യിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് തടവി തടവി മിനുസിപ്പെടുത്തിയ കല്ലാണ് നിലത്തേക്ക് വീഴുന്നത്. ഫ്രണ്ട് കരുതിയതുപോലെ ഗണ്ണൊന്നുമല്ല പോക്കറ്റിൽ നിന്ന് എടുത്തത്, വെറും കല്ലാണ്. ആ സമയം ഹെദർ ഫ്രണ്ടിന്റെ ചെവിയിൽ പറയുന്നു, ഗുഡ് ഗേൾ. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഫ്രണ്ടിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കതക് തുറന്ന് സൈമൺ കയറി വരുന്നു. ഇതെല്ലാം കാണുന്ന സൈമൺ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അവനെ കാത്ത് 3 സർപ്രൈസുകളാണ് അവിടെ ഉണ്ടായത്. ഒന്നാമത്തേത്, സ്വന്തം ഭാര്യയെ കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്നു. രണ്ടാമത്തേത്, തന്റെ രഹസ്യക്കാരി തന്നെയാണ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തേത്, ഏറ്റവും വലിയ സർപ്രൈസ്, മടിയിൽ കിടത്തി അയ്യോ എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജനലിലൂടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും അതിന്റെ അമ്മയും മറ്റാളുകളും വന്ന് നോക്കുന്നത് കാണുന്നത്. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഹെദർ കുത്തുകൊണ്ട് ചോര വാർന്നൊലിച്ച് കിടക്കുന്നതാണ്. അവരുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. സത്യത്തിൽ ഹെദർ തന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പ് തന്നെയാണത്. തന്റെ ജീവന് പേടിയുണ്ട് എന്നും എന്റെ ഹസ്ബൻഡും അവന്റെ കീപ്പും കൂടി ചേർന്ന് എന്നെ പീഡിപ്പിക്കുകയാണെന്നും അവർ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നുമാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അതുകൂടി ആയപ്പോൾ അവർ ഉറപ്പിക്കുന്നു ഇവർ രണ്ടുപേരും കൂടിയാണ് ഹെദറിനെ കൊന്നതെന്ന്. അവർ ഉടനെ പോലീസിന് കോൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തി സൈമണിനെയും ആ ഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്യുന്നു. ആ സമയം ഫ്രണ്ട് ഒന്നുകൂടി ആ രംഗം ഓർക്കുന്നുണ്ട്. അവസാനമായി ഹെദർ അവളുടെ ചെവിട്ടിൽ പറഞ്ഞതും ഗുഡ് ഗേൾ എന്ന് വെച്ചാൽ ഹെദർ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ് ഇതെല്ലാം എന്ന് അവൾ വിചാരിക്കുന്നു. കാരണം അവൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ കൊല നടപ്പാക്കിയിരിക്കുന്നു. തന്നെയും സൈമണിനെയും അതിൽ കുരുക്കിയിരിക്കുന്നു. ചേതനയേറ്റ് കിടക്കുന്ന ഹെദറിന്റെ ശരീരത്തിലേക്ക് ഒരു കടന്നൽ പറന്നു വന്നിരിക്കുന്ന ക്ലോസപ്പ് കൂടി ഈ ഫിലിം അങ്ങനെ അവസാനിക്കുകയാണ്. ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സ്വന്തം കൂട്ടുകാരിയാൽ ചെറുപ്പം മുതലേ കഷ്ടതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാവം പിടിച്ച പെണ്ണിന്റെ സങ്കടങ്ങളും അതിനുശേഷം ശരീരം ക്യാൻസറിലേക്ക് വഴിമാറിയതും കൂടെ നിൽക്കേണ്ട സ്വന്തം ഭർത്താവ് വിശ്വാസവഞ്ചന കാണിച്ച് അവളെ ചതിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാത്തിനും അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ശിക്ഷ ഇതുതന്നെയല്ലേ? സ്വന്തം ജീവൻ പോയാലും ശരി വിശ്വാസവഞ്ചന കാണിച്ചവർക്കുള്ള ശിക്ഷ അവൾ നടപ്പാക്കിയിരിക്കുന്നു. ഈ ചിത്രം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റുകളും ലൈക്കും പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല സിനിമകൾ ഒരുമിച്ചിരുന്നു കാണാനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.